ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വ്യൂസ്. നമ്മൾ സാധാരണ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ, നമുക്ക് വരുന്ന വാട്സപ്പിൽ വരുന്ന വീഡിയോസ്, ഫോട്ടോസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പല ആളുകൾക്കും പല താല്പര്യങ്ങളാണ്. ചില ആളുകൾ പറയും അതെല്ലാം ഗാലറിയിൽ ഓട്ടോ ആയിട്ട് സേവ് ആവണമെന്ന്. ചില ആളുകൾക്ക് താല്പര്യം അതിൽ ഓട്ടോ ആയിട്ട് സേവ് ആവരുത്, കാരണം സേവ് ആയി കഴിഞ്ഞാൽ വെറുതെ ഗാലറി ഫുൾ ആവുന്നുള്ളത്. പക്ഷെ ചില ആളുകൾ പറയുന്നത് ചില വ്യക്തികളുടേത് മാത്രമായിട്ട് ഒളിപ്പിച്ച് വെക്കണം. ചില ആളുകളുടെ വരുന്ന, അതായത് നമുക്ക് പേഴ്സണലായിട്ട് വളരെ രഹസ്യമായിട്ട് വരുന്ന ചില വ്യക്തികളുണ്ട്, അവരുടേത് മാത്രമായിട്ട് നമുക്ക് രഹസ്യമാക്കി വെക്കണം. അവരുടെ ഫോട്ടോസ്, വീഡിയോസ്, കാര്യങ്ങളൊന്നും ഒരിക്കലും ഗാലറിയിലേക്ക് വരരുത്. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണുക, എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. മാത്രമല്ല, എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ, ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വാട്സപ്പിൽ വരുന്ന ഫോട്ടോകൾ, വീഡിയോസ്, കാര്യങ്ങളെല്ലാം നമുക്ക് ഗാലറിയിലേക്ക് ഓട്ടോ ആയിട്ട് ഡൗൺലോഡ് ആയിട്ട് സേവ് ആയി നിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് പലർക്കും അറിയാത്തതാണ്. ചില ആളുകൾ പറയുന്നത് അത് വേസ്റ്റ് ആണെന്ന് പറയാറുണ്ട്. പക്ഷെ ചില ആളുകൾക്ക് അതാണ് താല്പര്യമുള്ളത്. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. നമുക്കിവിടെ വരുന്നിരിക്കുന്ന കുറേ പ്രൊഫൈലുകൾ നമുക്കിവിടെ കാണുന്നുണ്ട് അല്ലേ. ഈ ഒരു പ്രൊഫൈലുകളിൽ നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടേത് മാത്രമായിട്ട് നമുക്ക് ചെയ്യാം. എല്ലാ പ്രൊഫൈലുകളിൽ നിന്ന് വരുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് ഗാലറിയിലേക്ക് ചെയ്യാം. ആദ്യം ഞാൻ എല്ലാത്തിൽ നിന്നും വരുന്ന കാണിച്ചു തരാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ടോപ്പിലുള്ള 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ സെറ്റിംഗ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഞാൻ കാണിച്ചു തരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. സ്റ്റോറേജ് ആൻഡ് ഡാറ്റ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രൊഫൈലിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ നമുക്ക് ഡൗൺലോഡ് ആവണമെങ്കിൽ, ഗാലറിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കണ്ടില്ലേ ഓട്ടോ ഡൗൺലോഡ് എന്നുള്ള ഇവൻ യൂസിങ് ഈ എല്ലാ കാര്യങ്ങളും, അതായത് ഫോട്ടോ, ഓഡിയോ, വീഡിയോ എല്ലാം നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് വെൻ കണക്റ്റഡ് ടു വൈഫൈയിലും ഫോട്ടോ, ഓഡിയോ, വീഡിയോ എല്ലാം. ഇനി നിങ്ങൾക്ക് ഫോട്ടോസ് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രമായിട്ട് ടിക്ക് ചെയ്യാം. ഇവിടെ അതുപോലെ തന്നെ റോമിങ്ങിലും ഇതേപോലെ ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്ത നമ്മൾ സെറ്റിംഗ്സിൽ നമ്മൾ ചെയ്യേണ്ടത് ചാറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് പോകേണ്ടത്. ചാറ്റ്സ്, ആ ചാറ്റ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, മീഡിയ വിസിബിലിറ്റി. അതൊന്ന് നമ്മൾ ടിക്ക് മാർക്ക് ഓൺ ചെയ്യുക. ഷോ ന്യൂലി ഡൗൺലോഡഡ് മീഡിയ ഇൻ യുവർ ഡിവൈസസ്. അപ്പം നമുക്ക് എല്ലാ പ്രൊഫൈലിന് വരുന്ന കാര്യങ്ങളും നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആവും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏതെങ്കിലും 1 or 2 നമുക്ക് രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ, അതായത് ഗാലറിയിലേക്ക് വരരുത് എന്നുള്ള വിചാരിക്കുന്നതാണെങ്കിൽ അത് മാത്രമായിട്ട്. അപ്പോൾ ഞാനൊരു പ്രൊഫൈൽ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ആ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും ടോപ്പിൽ നമ്മുടെ ആ പേര് കാണുന്നില്ലേ, ആ വ്യക്തിയുടെ പേരിൻ്റെ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നാൽ ഇതിൻ്റെ ഉള്ളിലും നമുക്ക് കാണാം മീഡിയ വിസിബിലിറ്റി എന്നുള്ളത്. അത് നമ്മളൊന്ന് ഏറ്റവും താഴെയുള്ള നോ എന്നാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഫൈലിൽ നിന്ന്, ഈ വ്യക്തിയുടെ നിന്ന് മാത്രം വരുന്ന കാര്യങ്ങൾ, അതായത് വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും ഗാലറിയിലേക്ക് പോവില്ല. അതായത് ബാക്കിയുള്ള എല്ലാ പ്രൊഫൈലിൽ നിന്ന് വരുന്ന കാര്യങ്ങളെല്ലാം ഗാലറിയിൽ വരും. പക്ഷേ ഇതിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ രഹസ്യമാക്കിയിട്ട് നമുക്ക് വെക്കാൻ വേണ്ടി സാധിക്കും. അടിപൊളി ഒരു ഓപ്ഷനാണ്. എല്ലാവരും ഈ കാര്യം ഒന്ന് നിങ്ങളുടെ ഫോണിലൊന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലേക്ക് ബാക്കി എല്ലാ വ്യക്തികളുടെയും വരും. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് രഹസ്യമാക്കി വെക്കേണ്ട ചില വ്യക്തികളുടേത് മാത്രം ഗാലറിയിലേക്ക് വരില്ല. അങ്ങനെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഗാലറി തുറന്നു നോക്കി കഴിഞ്ഞാലും കാണാൻ സാധിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രൊഫൈലിനെ വേണമെങ്കിൽ ചാറ്റ് ലോക്ക് ചെയ്തിട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കാനും ലോക്ക് ചെയ്ത് വെക്കാനും സാധിക്കുന്നതാണ്.